ഇത്തവണ ബി.ജെ.പി. പോലും ഏറെ പ്രതീക്ഷ വെച്ചു പുലർത്താത്ത കേരളത്തിലെ ഒരു ലോക്സഭാ മണ്ഡലമായിരുന്നു ആലപ്പുഴ. അവരുടെ എ ക്ലാസ് മണ്ഡലം പോലും ആയിരുന്നില്ല. പക്ഷേ ശോഭാ സുരേന്ദ്രൻ വന്നതോടെ അവിടുത്തെ ഒരു കഥ മാറി, അവിടുത്തെ ഒരു ചരിത്രം വഴിമാറുന്ന കാഴ്ചയാണ് പിന്നീട് നാം കാണുന്നത്. പിന്നീട് ബി.ജെ.പി. എ ക്ലാസ് മണ്ഡലമാക്കുകയും സാക്ഷാൽ അമിത്ഷാ തന്നെ പ്രചരണത്തിന് മുൻകൈയെടുത്ത് എത്തുകയും ചെയ്ത ഒരു മണ്ഡലമായി മാറി. അവസാന ദിവസങ്ങളിലൊക്കെ വളരെ ശക്തമായി തന്നെ ഒരു പ്രചരണ രംഗത്തേക്കുണ്ടായിരുന്നെങ്കിൽ ബി.ജെ.പി. ഇപ്പോൾ വാനോളം പ്രതീക്ഷ വെച്ചു പുലർത്തുന്ന മണ്ഡലങ്ങളുടെ കൂട്ടത്തിൽ ആലപ്പുഴയും ഉണ്ട് എന്നുള്ളത് തന്നെയാണ് പ്രാഥമിക വിവരങ്ങൾ ലഭ്യമാകുമ്പോൾ. കരുനാഗപ്പള്ളി, ഹരിപ്പാട്, അമ്പലപ്പുഴ, ചേർത്തല തുടങ്ങിയെടുത്ത് ശോഭാ സുരേന്ദ്രൻ വലിയ മുന്നേറ്റം ഉണ്ടാക്കും എന്ന് തന്നെയാണ് നേതാക്കൾ അവകാശപ്പെടുന്നത്. കഴിഞ്ഞ തവണ, അതായത് 2019 തെരഞ്ഞെടുപ്പിൽ കരുനാഗപ്പള്ളി ആയിരുന്നു ബി.ജെ.പിക്ക് ഏറ്റവും കൂടുതൽ വോട്ട് ലഭിച്ച നിയമസഭാ മണ്ഡലം. അവിടെയും ഇത്തവണ വലിയ വോട്ട്, അതായത് കരുനാഗപ്പള്ളി, ഹരിപ്പാട്, അമ്പലപ്പുഴ, ചേർത്തല തുടങ്ങിയിടങ്ങളിൽ വലിയ രീതിയിൽ ഉള്ള ഒരു മുന്നേറ്റം ശോഭാ സുരേന്ദ്രന് ഉണ്ടാകും എന്ന് ബി.ജെ.പി. പ്രതീക്ഷിക്കുന്നു. ഒപ്പം തന്നെ അരൂർ എന്ന് പറയുമ്പോൾ അത് ആരിഫിൻ്റെ സ്വന്തം മണ്ഡലം കൂടിയാണ്, സ്വന്തം ഇടം കൂടിയാണ്. അവിടെ ഏറെ പിന്നോക്കം പോകില്ല ശോഭാ സുരേന്ദ്രൻ എന്നുകൂടി പറയുന്നു. ഇവിടെ ശ്രദ്ധേയമായ ഒരു കാര്യം, ഈഴവ നായർ കമ്മ്യൂണിറ്റികൾ ഒപ്പം തന്നെ ധീവര വിഭാഗത്തിലും ഒരു ഏകീകരണം നടന്നു എന്ന് ബി.ജെ.പി. വിലയിരുത്തുന്നു. ഒപ്പം തന്നെ ക്രൈസ്തവ വിഭാഗത്തിലെ ഒരു വിഭാഗവും ശോഭാ സുരേന്ദ്രന് അനുകൂലമായി വോട്ട് ചെയ്തു എന്ന് തന്നെയാണ് പാർട്ടി കരുതുന്നത്. അവർ പറയുന്നത് ഇവിടെ മത്സരം അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ ചിത്രത്തിൽ പോലും ആരിഫ് ഉണ്ടായിരുന്നില്ല, അതായത് LDF CPM ഉണ്ടായിരുന്നില്ല. കോൺഗ്രസും ബി.ജെ.പിയും തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ആലപ്പുഴയിൽ നടന്നത്. എന്തും സംഭവിക്കാവുന്ന ഒരു അന്തരീക്ഷത്തിലേക്കാണ് ആലപ്പുഴ മാറി മറിഞ്ഞിരിക്കുന്നത് എന്നാണ് പറയുന്നത്. കാരണം ഈ സ്വാഭാവികമായി LDFിൻ്റെ ഒരു അടിത്തറ വോട്ട് എന്ന് പറയുന്നത് ഇഴവ വോട്ടുകളാണ്, കോൺഗ്രസിനെ സംബന്ധിച്ച് നായർ വോട്ടുകളാണ്. ഈ രണ്ട് വോട്ടുകളിലും ഒരു ഏകീകരണം സംഭവിച്ച് അത് ശോഭാ സുരേന്ദ്രനിലേക്ക് എത്തി. ഒപ്പം തന്നെ തീരദേശ വോട്ടുകൾ എക്കാലവും UDF-നോടൊപ്പം നിൽക്കുന്ന തീരദേശ വോട്ടുകളിലും ഒരു വലിയ വിള്ളൽ സംഭവിച്ചിട്ടുണ്ട് എന്ന് ബി.ജെ.പി. പ്രാഥമികമായി വിലയിരുത്തുന്നു. ഏതായാലും കൂടുതൽ വിവരങ്ങളും ഇല്ലെങ്കിൽ ആ ഡേറ്റാസ് അനുസരിച്ചുള്ള വിവരങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട്. ഏതായാലും പ്രാഥമികമായി കിട്ടിയ വിവരം പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.